വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ്. തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ഒരേ സമയം റെയ്ഡ്. CMRL എക്സലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. പിണറായി വിജയന്റെ വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ഇഡി അന്വേഷണം തുടരാം എന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഇഡി അന്വേഷണം തുടരുകയാണ്. എന്നാൽ അതിരാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത്. ഇഡി അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തു അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചിരുന്നു. നേരത്തെ ഇതേ കേസിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നു. പുതിയ ഉത്തരവോടെ ഈ തടസ്സം നീങ്ങിയിരിക്കുകയാണ്. കമ്പനി ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. വിധി വന്നതോടെ CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ഇഡി വീണ്ടും സമൻസ് അയക്കുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്നും ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിലും ഒപ്പം കണ്ണൂരിലെ വസതിയിലും ഇഡി റെയ്ഡ് നടക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സംഭവ സമയത്ത് മുഖ്യമന്ത്രി വീട്ടിലുണ്ട്. IT സേവനങ്ങൾ നൽകാതെ തന്നെ CMRL കമ്പനി വീണ വിജയന്റെ എക്സലോജിക് കമ്പനിക്ക് 1.72 കോടി രൂപ നൽകിയത് എന്തിനാണ് എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണോ എന്നും രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്നും ഇഡി സംശയിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ബിസിനസ് കരാറാണെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നും അതിനാൽ ഇഡിയുടെ സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് കമ്പനി കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ വാദം കോടതി തള്ളി. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ പണത്തിന്റെ ഉറവിടം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാവുമെന്ന് ഇഡി പ്രതീക്ഷിക്കുന്നു. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ നിരവധി ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് CMRL പ്രതിക്കൂട്ടിലായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT സ്ഥാപനത്തിന് CMRL വഴി വലിയ തുകകൾ നിയമവിരുദ്ധമായി നൽകിയെന്നായിരുന്നു പ്രധാന ആരോപണങ്ങളെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒന്നിലധികം ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. എന്നാൽ നിലവിൽ ഈ കേസ് കേന്ദ്ര ഏജൻസികളായ ED, CBI, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയുടെ പരിഗണനയിലാണ്. സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K സുരേഷ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത എന്നിവരാണ് കോടതിയെ സമീപിച്ചിരുന്നത്. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെയിൽസ് എന്ന സ്വകാര്യ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. CMRL നിന്ന് എക്സലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനും പിണറായി വിജയനും പാർട്ടി ഒരുപോലെ വെട്ടിലാക്കി. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ ഉണ്ടായിരുന്നു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ വീണയ്ക്കും പിണറായി വിജയനും സർക്കാരിനും CPM-നുമെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അതിരാവിലെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ബ്രേക്കിംഗ് വാർത്ത പുറത്തുവരുന്നത്. ഇത്രയും ദിവസങ്ങളിൽ ഈ നടപടികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്ന പിണറായി വിജയൻ അന്ധാളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.